വോട്ട് പ്രദക്ഷിണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ധർമ്മടം മണ്ഡലത്തിലാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയുടെ സ്വന്തം നാട്ടിൽ പിണറായിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് പല ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഈ ധർമ്മടം മണ്ഡലത്തിന്റെ സമാനതകളില്ലാത്ത ഒരുപാട് നമ്മളൊക്കെ അതിശയപ്പെടുത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് പിണറായിലും ധർമ്മടത്തുമൊക്കെ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ പാറപ്പുറത്തെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മുകളിലാണ്. ഇതുപോലുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, എഡ്യൂക്കേഷൻ ഹബ്ബ്, രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഹബ്ബ് ഇവിടെ പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ വലിയ നിലവാരത്തിലുള്ള, അന്താരാഷ്ട്ര നിലവാരം എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും, അത്തരത്തിലുള്ള ആശുപത്രികൾ, സാധാരണ ആശുപത്രികളെ ഒരു വലിയ സൗകര്യങ്ങളുള്ള ആശുപത്രികളായി മാറ്റുന്നു. അങ്ങനെ നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നതിയിൽ വലിയ രീതിയിലേക്കുള്ളൊരു ഉയർച്ചയിലാണ്. വലിയ സൗകര്യങ്ങളാണ് ഇവിടേക്ക് ഉള്ളത്. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ധർമ്മടം മണ്ഡലത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ നാട്ടുകാർ വൈകുന്നേരം ഇവിടെ കാറ്റ് കൊള്ളാനും, ഇതൊരു ടൂറിസം കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് നമുക്ക് ഇവിടെ ചോദിക്കാം എന്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ചോദിക്കാം. എന്താ പേര്? ബാലൻ. അപ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൂടിലേക്ക് നീങ്ങിയാണല്ലോ കേരളത്തിൽ? നല്ല ഗംഭീര ഐഡിയയിൽ നമ്മുടെ പ്രദേശത്തെല്ലാം ഭയങ്കര ചൂട് തന്നെയുള്ളത്. മഴ പെയ്റ്റൊന്നും തണുത്തിട്ടില്ല, തണുക്കുകയില്ല. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? വികസനം എന്ന് പറഞ്ഞാൽ റോഡൊന്നും കണ്ടാൽ ഒരാൾ ഒന്നും പറയില്ല. ഐറ്റാലത്തെ ഇതാണ് റോഡാണ്. ഇപ്പോൾ പ്ലെയിന് പോകാൻ പറ്റിയ അത്രയും നല്ല ഇതുള്ളത്. പിന്നെ ഇത് കാണുന്നില്ലേ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലമെല്ലാം ഈ അണക്കെട്ട് വന്നതിന് ശേഷം ഇവിടെയെല്ലാം എന്താ വൃത്തികേട് ഇതെല്ലാം. ഞാനൊരു ഈ ചെത്തുതൊഴിലാളിയായിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻറ്റാണ്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 5000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നത്. 5000 രൂപ പെൻഷൻ കിട്ടാനൊരു കാരണമുണ്ട്. വിദ്യാട്ടൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആണ് അത് കിട്ടാനുണ്ടായ കാരണം. മിനിമം പെൻഷൻ 3000 നമുക്ക്. അപ്പോൾ ആ നിലയിലുള്ളൊരു പെൻഷൻ കിട്ടാനുണ്ടായ കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവരെല്ലാം പറയും പോലെ ഇവർ പറയുന്നത് പരിഹാസമാണ്. ചെത്തുതൊഴിലാളിയുടെ മകൻ എന്നൊരു പരിഹാസമാണെങ്കിലും ചെത്തുതൊഴിലാളി എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന ആളെ വിചാട്ടൻ. നമ്മളൊക്കെ ആ ചെത്തുതൊഴിലാളി എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന വിചാട്ടൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ. എന്തെല്ലാമാണ് തെരഞ്ഞെടുപ്പ് ഉഷാറാണ്. ഉഷാറെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് കൂടുതൽ നല്ല ശക്തിയായിട്ട് വരും. ആയിട്ട വികസന ഈ നാട്ടിൽ നടന്നത്. ഇപ്പോഴത്തെ റോഡെല്ലാം ഇല്ലേ, ഒരു 5 മിനിറ്റ് നിൽക്കാണ്ട് കടക്കുന്നില്ല. പണ്ട് റോഡിൻ്റെ ഇപ്പോൾ നമ്മൾ മുറിയ കടക്കണ്ടിട്ടത് 5 മിനിറ്റ്. ഇത്ര പൊട്ടപ്പൊട്ട വണ്ടികൾ വരിക അല്ലേ? അതെ, എത്രയും നല്ല റോഡാ. ഇപ്പോൾ പാലം, എത്രയാ പാലം, എന്തെല്ലാം ഗുണമുണ്ട്. പാറപ്പുറം പണ്ട് വെള്ളമില്ല, ഉപ്പ് വെള്ളം. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അന്നേരം ഐഡിയ കിണറ്റ് വന്നിട്ട് ആൾക്ക് നല്ല വെള്ളം കിട്ടിയില്ല. മറ്റു വെറും ഉപ്പ് വെള്ളം. പിന്നെ പണ്ടേ തന്നെ വരണം, എന്നാലേ പാവങ്ങൾക്ക് ഗുണമില്ല. യൂത്തിനെ ചേർത്ത് നിർത്തുന്ന ഒരു ഭരണ ആണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കാണെങ്കിൽ കണക്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് പ്രതിമാസം 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് വരുന്ന സാഹചര്യമെല്ലാം നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ PSC ആണെങ്കിൽ ഏജ് പ്രായപരിധി ഉയർത്തിയതും, അങ്ങനെ PSC നിയമനങ്ങൾ പറയുമ്പോൾ 3,98,4545 വരുന്ന നിയമനങ്ങൾ നടത്തുകയും ഒരുപാട് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തതെല്ലാം യൂത്തിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. വീണ്ടും വരണം തന്നെയാണ് തോന്നുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ പാറപ്പുറത്ത് തന്നെ വന്ന നാടിൻ്റെ മാറ്റങ്ങൾ. ഒരു 10 കൊല്ലത്തിന് മുന്നേയുള്ള പാറപ്പുറവും ഇപ്പോഴത്തെ പാറപ്പുറവും വെച്ച് താരതമ്യം ചെയ്താൽ അത് കാണാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാറപ്പുറ അണക്കെട്ട്. പിന്നെ ഈ ബോട്ട് കെട്ടി, മേലൂര് പാർക്ക് എല്ലാം ഈ നാട്ടിൽ ഈ ഒരു 10 വർഷത്തിന് വന്ന മാറ്റങ്ങളാണ്. അതന്നെ വികസനത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഇത്രയും പറയാൻ പറ്റുമെങ്കിൽ ഈ കേരളം ഒട്ടാകെ എത്രയോളം പറയാൻ പറ്റും. RCML സ്കൂളിൽ പഠിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ടല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആണല്ലേ? ഇഷ്ടാണോ? എങ്ങനെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി? സൂപ്പറാ. സൂപ്പറാ കാരണം വയനാട് ദുരന്തം വന്നേരോ ഓർക്ക് വീട് വെച്ചുകൊടുത്ത്, പിന്നെ വികസനം എല്ലാം ഉണ്ട്. കേരളത്തിൽ നല്ല മുഖ്യമന്ത്രിയാണ്.